പൂച്ചപ്ര സ്കൂളിന് ഈ വർഷം വിട പറയലിൻ്റെ ഒരു വർഷമാണ്. വസന്തകാലം കഴിഞ്ഞു പോകും പോലെ, പൂമരത്തിൻ്റെ ചിലയിൽ നിന്നും രണ്ടിലകൾ കൊഴിയും പോലെ, സ്കൂളിലെ രണ്ട് നെടും തൂണുകളായ അധ്യാപകർ തങ്ങളുടെ സേവനകാലം പൂർത്തിയാക്കി ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുകയാണ്. ഓർമ്മിക്കാൻ ഒരുപിടി നല്ല ഓർമ്മകൾ ബാക്കി വെച്ച് മലബാറിൻ്റെ മണ്ണിൽ നിന്നും പൂച്ചപ്ര എന്ന മനോഹര ഗ്രാമത്തിൽ ഈ സ്കൂളിൻ്റെ സാരഥിയായി എത്തിച്ചേർന്ന ഷനോജ് കുമാർ സാറിന് പൂച്ചപ്ര കുടുംബത്തിൻ്റെയും ആശംസകൾ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന സ്ഥലത്ത് ജനിച്ച് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നായ നടക്കാവ് ഗവൺമെൻറ് സ്കൂളിൽ നീണ്ട 18 വർഷക്കാലം അധ്യാപകനായും അതോടൊപ്പം സംസ്ഥാന അധ്യാപക പരിശീലനത്തിലെ അംഗമായും ദീർഘകാലം സേവനം ചെയ്ത ഷനോജ് കുമാർ സാറിന് തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ പഴയകാല സഹപ്രവർത്തകരുടെ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ ഹരിത, കോഴിക്കോട് കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. നമ്മൾക്ക് ഒരുപാട് മോട്ടിവേഷനാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദിയോടുള്ള താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും എടുത്തു പറയേണ്ടതാണ്. നമസ്കാരം. ഷനോജ് സാറ് റിട്ടയർഡ് ആകുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമാണ് ആദ്യം വാർത്തയിൽ കേട്ടത്. കാരണം എന്താ പറയുക, തുർക്കി ഇപ്പോഴും യുവ തുർക്കി മാതിരി കാണുമ്പോൾ ഇനിയും ഒത്തിരി വർഷം സർവീസിലുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തീർച്ചയായും ഷനോജ് സാറ് ഈ നടക്കാവ് സ്കൂളിൽ, കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ സ്റ്റേറ്റ് SRGയിൽ, സ്കൂൾ SRGയിലും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലൊക്കെ ബന്ധപ്പെടുമ്പോൾ കോർ SRG ആയിട്ട് വന്ന് ക്ലാസ് എടുക്കുകയും വിദഗ്ധ ഉപദേശങ്ങൾ നൽകുകയും. ഇപ്പോൾ ഞാനൊക്കെ സർവീസിൽ കയറിയ കാലഘട്ടമാണ്. 2006-2015 കാലഘട്ടത്തിലാണ് സാറുമായിട്ടുള്ള അതേവേദ്യമായ ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. നിരവധി ടെക്സ്റ്റ് ബുക്കിലാണ് SRG ആണ് ടീച്ചിങ് പ്ലാന്, ടീച്ചിങ് നോട്ട്സ് എഴുതുന്നതിലൊക്കെ സാറിൻ്റെ കഴിവ് അപാരം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ HM ആയിട്ട് ഈ മെയ് മാസം റിട്ടയർഡ് ആകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് ഉണ്ടായത്. തീർച്ചയായും സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഹിന്ദി മേഖലയിൽ ഇനിയും ഒന്നുകൂടി വ്യാപിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സാർ, ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ്. ഷനോജ് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. നമ്മൾ രണ്ടുപേരും B.Ed ക്ലാസ്സിൽ ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. മദ്രാസിലായിരുന്നു രണ്ടുപേരും B.Ed ചെയ്തിരുന്നത്. അതിനുശേഷം മദ്രാസിൽ ഒന്നിച്ച് ഒരു വർഷത്തിലധികം താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്നവരാണ് രണ്ടുപേരും. കല്യാണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന, അതിനുശേഷവും SRGകളിലൊക്കെ പങ്കെടുത്തിട്ടും ഒക്കെ തന്നെ ആ സൗഹൃദം നിലനിർത്തുന്ന ഷനോജ് തൻ്റെ HSP പോസ്റ്റിൽ നിന്നും ഹെഡ് മാസ്റ്ററായി ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കാൻ എത്തിയിരിക്കുന്നുവെന്നറിയുന്നു. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. വിരമിച്ച ജീവിതവും വളരെ സക്രിയവും അതുപോലെ തന്നെ പ്രവർത്തന നിരതവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയമിത്രമായ ഷനോജ് സാർ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടത്, ഏതായാലും നമ്മുടെ പ്രിയമിത്രം ഷനോജ് സാറ് നീണ്ട കാലത്തെ തൻ്റെ അധ്യാപനത്തിന് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം HM ആയി, അതിനുശേഷം ഈ വർഷം സർവീസിൽ നിന്നും സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സാറ് വിരമിക്കുകയാണ്. ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് സാറുമായിട്ടുള്ള സൗഹൃദവും നീണ്ട ബന്ധവും. 2011 മുതൽ ഈ സ്കൂളിലെ അധ്യാപകനായി സേവനം ചെയ്യുന്ന പൈസാർ ഈ സ്കൂളിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അത് ഈ വിദ്യാലയത്തിന് സൃഷ്ടിക്കുന്ന വിടവ് വളരെ വലുതാണ്. ഇടുക്കി ജില്ലയിലെ കണ്ണമ്പടി, വെള്ളത്തൂവൽ എന്നീ സ്കൂളിലെ സേവനത്തിന് ശേഷം പൂച്ചപ്ര സ്കൂളിലേക്ക് എത്തിയ നാൾ മുതൽ ഇന്നുവരെ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് സ്കൂളിൻ്റെ ഒരു ലോക്കൽ മാനേജർ എന്ന പോലെ പ്രവർത്തിച്ച് തൻ്റെ സേവനകാലം അദ്ദേഹം പൂർത്തിയാക്കുമ്പോൾ ഭാവി ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. വെള്ളത്തൂവൽ മുതൽ പൂച്ചപ്ര വരെ ഒരു വ്യാഴവട്ടക്കാലം ഒന്നിച്ചുണ്ടായിരുന്ന സഹപ്രവർത്തകൻ.
പയസാർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു മംഗളപത്രം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു സംഗീത മംഗളപത്രമാവട്ടെ. പയസാർ. ഓട്ടവും പാച്ചിലുമായി തൻ സർവീസുകാലം സാർത്ഥകമാക്കി പയസാറിതെന്നും വെള്ളത്തൂവലിൽ നിന്നു തുടങ്ങി സൗഹൃദകാലം ആഘോഷമാക്കി പൂച്ചപ്രയത്തി ഒന്നിച്ചു തന്നെ ആശംസയേകാം പിരിയുന്ന നേരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വർഷം റിട്ടയർഡ് ആവുന്ന പയസാറിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പയസാർ വെള്ളത്തൂൽ സ്കൂളിൽ ഒരു 15 കൊല്ലം മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 3 വർഷക്കാലം പയസാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. 15 കൊല്ലം മുമ്പ് അത്രയും ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിച്ചൊരു അധ്യാപകനെ ഞാൻ ഇന്നും ഓർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ട് എനിക്ക് തോന്നുന്നു. സാറ് എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പയസാറിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്ന് എന്താണോ, എൻ്റെ വ്യക്തിത്വം എന്താണോ അതൊക്കെ വാർത്തെടുത്തതിൽ ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് പയസാറ്. ഗവൺമെൻറ് ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും ജീവിതത്തിലെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ പയസാറിൻ്റെ കൂടെ റിട്ടയർഡ് ആവുന്ന HM ഷനോജ് സാറിനും ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു.